നമസ്കാരം. ഖലിസ്ഥാൻവാദികളെ മൊത്തത്തിൽ ഇളക്കിവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അമേരിക്ക പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിലെത്തുന്ന രാഹുലിനെതിരെ കനത്ത പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ ഒരു അന്വേഷണത്തിനും നിലവിൽ സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വിദേശ രാജ്യത്ത് സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതെല്ലാം ലംഘിക്കുകയും കൂടാതെ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളടക്കം പറയുകയും ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ താഴ്ത്തിക്കെട്ടുന്ന രീതിയാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയത്. കൂടാതെ നമ്മുടെ ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ പ്രസംഗം. അതാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് തിരിതെളിച്ചത്. ഒരു സിഖുകാരൻ തന്റെ തലപ്പാവയും ഖഡയും ധരിച്ച് ഗുരുദ്വാര സന്ദർശിക്കാൻ കഴിയുമോ എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് നിലവിൽ ആളിക്കത്തുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന നിലവിൽ ഗുർപത്വന്ത് സിംഗ് പന്നു അടക്കം ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്കയിൽ രാഹുലിന്റെ സ്വകാര്യ സന്ദർശനം ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിനോ അതോ BJP സർക്കാരിനെ അട്ടിമറിക്കാനോ ആണോ എന്നതൊരു സംശയമാണ് നിലവിൽ പുറത്തുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള IBയും റോയും NIAയും തുടങ്ങിയ ഏജൻസികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഖലിസ്ഥാൻ തീവ്രവാദി നേതാവാണ് ഗുർപന്ത് സിംഗ് പന്നൂർ. കാനഡയിലും US-ലും പന്നുവിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാനഡയിൽ ഗുർപന്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ വലിയ തോതിൽ ഒരു ആക്രമണമൊക്കെ നടക്കുകയുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്ന് ഇക്കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഖലിസ്ഥാൻ സംഘടന പണം നൽകിയതായും ഗുർപന്ത് സിംഗ് പന്നൂർ പ്രസ്താവിച്ചത് വലിയ വിവാദത്തിന് തിരിതെളിച്ചിരുന്നു. ഖലിസ്ഥാൻവാദികളെ പിന്തുണച്ചത് മോദി സർക്കാരിനെതിരെ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാനൊരു ശ്രമമാണ് നിലവിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത്തരമൊരു ധാരണയുള്ള ആൾക്ക് മാത്രമേ സിഖുകാരുടെ വികാരം ഗുണപ്പെടുത്താവുന്ന വ്യാജ പ്രസ്താവന നടത്താൻ സാധിക്കൂ. ബംഗ്ലാദേശിൽ ഒരു കലാപം ഉണ്ടായതുപോലെ ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണോ രാഹുൽ നടത്തുന്നത് എന്നൊരു സംശയമാണ് ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും അടക്കം ഉന്നയിക്കുന്നത്. രാഹുൽ രാജ്യത്തെ വിഭജിക്കാൻ ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ലോബിയുമായി കൈകൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം ആണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുകയും ഏവരും സംശയത്തോടെ കാണുന്നത്. കാരണം രാഹുലിന്റെ പെട്ടെന്നുള്ള US സന്ദർശനം ഒട്ടനവധി സംശയങ്ങളും ഒട്ടനവധി ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഒരു സിഖുകാരനെയും ഗുരുദ്വാര സന്ദർശിക്കുന്നതിൽ നിന്നോ തലപ്പാവ് ധരിക്കുന്നതിൽ നിന്നോ ഇന്ത്യയിൽ തടഞ്ഞിട്ടില്ല എന്നിരിക്കെ ഇത്തരമൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയത് ഇന്ത്യയും സിഖ് സമൂഹത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഇന്ത്യയിലെ സിഖുകാർ ഒന്നടക്കം തന്നെ പറയുന്നുണ്ട്. രാഹുലിനെതിരെ സിഖുകാരുടെ പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. സിഖുകാർ സോണിയാഗാന്ധിയുടെ വീടിന് മുന്നിലടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ സിഖുകാരുടെ വൻ പ്രതിഷേധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തനി ഫ്രോഡ് എന്ന് വേണം നമുക്ക് പറയാൻ. ആ രീതിയിലുള്ള പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതായത് മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ കർഷകരുടെ അടുത്ത് ചെന്ന് കർഷകർക്കെതിരെ തെറ്റായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മോദി സർക്കാർ കർഷകരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർഷകരല്ലാത്ത കുറച്ച് ആളുകളെ രാഹുൽ ഗാന്ധി ഇറക്കി കൊണ്ടുവന്ന് ഡൽഹിയിൽ സമരം നടത്തുകയും യഥാർത്ഥ കർഷകരെ തന്നെ തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരു സമരത്തിന്റെ മുഖത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത് രാഹുൽ ഗാന്ധിക്കെതിരെ ആദ്യമേ തന്നെ BJPയും അതുപോലെ തന്നെ ജനങ്ങളും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് SC ST കാറ്റഗറിയിലുള്ള ആരെയും തന്നെ ഒളിമ്പിക്സിലൊന്നും തന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഭാരതത്തിൽ വലിയൊരു കലാപം സൃഷ്ടിക്കാൻ, ജാതിയുടെ പേര് പറഞ്ഞ് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതുകൂടാതെ അഗ്നിവീറുടെ പേര് പറഞ്ഞിട്ട് ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ജാതിയുടെ പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഇറക്കുന്നു. ഇപ്പോൾ നിലവിൽ വിദേശ രാജ്യത്ത്, അത് അമേരിക്കയിൽ ചെന്നിട്ട് വലിയ തോതിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, ഇന്ത്യ വലിയ രീതിയിൽ വികസിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ സിഖുകാരെ ഇന്ത്യ ആക്രമിക്കുന്നെന്നും അവരുടെ തലപ്പാവയൊക്കെ വെച്ചിട്ട് ഗുരുദ്വാര ക്ഷേത്ര അമ്പലങ്ങളിലേക്ക് പോവാൻ ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിഖുകാരെ വെച്ചിട്ട് ഭാരതത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു സമരം നടത്തി മോദി സർക്കാരിനെ താഴെയിടാനുള്ള ഒരു ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത്. ഇത് ഒരു വലിയ തോതിൽ ഒരു അമേരിക്കയിലേക്ക് പെട്ടെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദർശനം എന്ന് പറയുന്നത് ഖലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് രാഹുൽ ഗാന്ധി ഒരു ബന്ധം നടത്തുകയുണ്ടായിരുന്നു, ചർച്ച നടത്തുകയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിഘടനവാദികളുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോകൾ അടക്കം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വലിയ തോതിൽ
വന്നിട്ടുണ്ട്. അതടക്കം കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും വലിയൊരു തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും രാഹുൽ ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സുപ്രീം കോടതി അഡ്വക്കേറ്റുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കലാപം നടത്താനുള്ള ഒരു പ്രേരണ മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്.